ഇപ്പോൾ സമയം രാത്രി 11 മണി. ഇപ്പം ഞാൻ കുളിച്ചൊരുങ്ങി എവിടെ പോകാമെന്നല്ലേ, നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടെ കുറേ കാലത്തെ കാത്തിരിപ്പിനും പ്ലാനിങ്ങിനും ഒക്കെ ശേഷം ഫൈനലി ഞങ്ങൾ വണ്ടർലയിലേക്ക് ട്രിപ്പ് പോവുകയാണ്. സംഭവം പോകുന്നത് കൊച്ചി വരെ ആണെങ്കിലും നമുക്ക് കാശ്മീർ വരെ പോകുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഉമ്മായും മാപ്പായും കൂടെ വന്നു. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ് നമ്മൾ പോയിട്ട് വരാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇതൊരു വലിയൊരു ട്രിപ്പായിരുന്നു. ബിക്കോസ് നമ്മൾ അത്രയ്ക്കും ഓരോ മാസവും നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു. ഇന്ന ഡേറ്റ് പറ്റുമോ, ഈ ഡേറ്റ് പറ്റില്ല, ആ ഡേറ്റ് പറ്റില്ല, ഒരാൾക്ക് ഈ ഡേറ്റ് പറ്റുമ്പോൾ ആ ഡേറ്റ് പറ്റില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു ഡേറ്റ് അങ്ങനെ അങ്ങോട്ട് ബുക്കാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ ആണ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. 26 റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് 25 സൺഡേ ആൻഡ് 24 ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് 23. അങ്ങനെ ഫ്രൈഡേ വർക്ക് കഴിഞ്ഞ് അന്ന് രാത്രി നമ്മൾ ട്രെയിൻ കയറി 24 സാറ്റർഡേ ഫുൾ വണ്ടർല എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് 25 സൺഡേ മോർണിംഗ് ഏർലി മോർണിംഗ് തിരിച്ചെത്തുന്നു. അതായിരുന്നു പ്ലാൻ. എന്നെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉറക്കം വന്നിരിക്കുകയാണ് ഉമ്മ. മീൻവൈൽ ഞാൻ എല്ലാവരുടെയും ഒപ്പം ഉള്ള ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ചു ഈ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു നീലക്കുയിലായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടായി തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഫോർ മെമ്മറീസ് ആൻഡ് സൈക്കിൾ. ഞാനങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പൊന്നും പോകുന്നത് എൻ്റെ വീട്ടിൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഇത് ഞാൻ പോകുന്ന ആർക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ നിന്നില്ല. ബിക്കോസ് അത്രയ്ക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു ഈ ട്രിപ്പിന് പുറകിൽ. അങ്ങനെ വന്നവർ ഓരോരുത്തരായി വരാത്തവർക്ക് വേണ്ടി സമയം കളയാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ട്രെയിൻ വന്നു. എല്ലാവരും ഓടിച്ചാടി ട്രെയിനിൽ കയറാൻ വേണ്ടി പോയി. ഞാൻ കുറേ കാലമായി ട്രെയിനിലൊക്കെ കയറിയിട്ട്. ചെറിയ സ്കൂളിൽ പഠിച്ചപ്പോൾ കയറിയതായിരുന്നു ട്രെയിനിൽ. പിന്നെ അങ്ങോട്ട് ട്രെയിനിൽ കയറാനുള്ളൊരു അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കുറേ കാലങ്ങൾക്ക് ട്രെയിൻ കയറുന്നതൊരു നൊസ്റ്റാൾജിയ ഫീൽ പോലെയൊക്കെ തോന്നി തുടങ്ങി. ഇപ്പോൾ സമയം രാത്രി 1 മണി. അങ്ങനെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് സംസാരമൊക്കെ ആയിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങി. ഇന്ന് രാത്രി ഉറങ്ങരുതെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. ലൈക്ക് റീൽസൊക്കെ എടുക്കണം, പോസ്റ്റ് ചെയ്യണം, ചേന എന്നൊക്കെ. ബട്ട് അതൊന്നും നടന്നില്ല. ബട്ട് എന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ സംസാരിച്ച് അങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉറക്കം വന്നത്. അങ്ങനെ ഉറക്കം വന്നപ്പോൾ ബർത്തിലോട്ടൊക്കെ കയറി നമ്മളങ്ങ് കിടന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. കാരണം അടുത്ത ദിവസം ഫുള്ള് അങ്ങോട്ട് അർമാദിക്കാനുള്ളതാണ് വണ്ടർലയിൽ പോയിട്ട്. സോ ക്ഷീണം കാണും. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ അങ്ങോട്ട് ഉറങ്ങാം. അങ്ങനെ പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ട്രെയിൻ എറണാകുളത്ത് എത്തി. അങ്ങനെ അവിടെ നിന്നിട്ട് ട്രെയിനിന് നമ്മൾ കുറച്ചൊന്ന് നേരത്തെ ആയിപ്പോയി. കാരണം 11 മണിക്ക് വണ്ടർല ഓപ്പൺ ആവും. ഇവിടെ നിന്നൊരു എറണാകുളം സ്റ്റേഷനിൽ നിന്നും അങ്ങോട്ട് വരെ 1 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ നേരത്തെ ഇറങ്ങി നമ്മൾ 5 മണിക്ക് എറണാകുളം സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മൾ ഫ്രഷൊക്കെ ആയി അവിടെ നിന്ന് തന്നെ ബ്രോട്ടീഷനും എല്ലാം കഴിച്ച് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടൽ തിരക്കി ഇറങ്ങിയതായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ നിന്ന് ഓരോരോ പിക്ചൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫോണൊക്കെ ചാർജൊക്കെ ചെയ്ത് ഇനി നല്ലൊരു ഫുഡൊക്കെ കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ തിരക്കിയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു നമ്മൾ കഴിക്കാനായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മളോട്ട് പോവേ. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അടുത്ത് ഇന്ന് നമ്മുടെ വണ്ടർലയിൽ പോകാനുള്ള ബസ് നോക്കി നിൽക്കുകയായിരുന്നു നമ്മൾ. ബസ്സൊക്കെ പിടിച്ച് എക്കണോമിക്കലി എങ്ങനെ വണ്ടർലയിലെത്താം. സാധാരണക്കാരുടെ ട്രിപ്പാണ്. എന്തേലും ആരാ
തമ്പുരാന്റെ കൊട്ടാരക്കെട്ടിനുള്ളിൽ കോളഞ്ഞാവോ ഇങ്ങനെ പോകുമ്പോഴുണ്ട് ഇതാണ് വണ്ടർല. അപ്പൊ അതിനകത്ത് ജയന്റ് വീല് റിസോർട്ട് ആയിരിക്കും. ജയന്റ് വീല് അതോ ജയന്റ് വീല് എടി അത് കാണുന്നൊന്നും ഇഴഞ്ഞു പോകും ഒന്നും അറിയില്ല. അഞ്ചു അഞ്ചു ഒന്നും കണ്ടില്ലേ നീ സ്റ്റാർട്ടായില്ലായിരുന്നു സോറി. എല്ലാരും ഉണ്ടോ? രാഹുലേട്ടനില്ല. ഡ്രസ് മാറാം അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കണം. ഒന്ന് 3-4-3 അത് ഇവളുടെ ഫോണില്ലാത്തോണ്ട് തുറക്കത്തില്ല. ഫോൺ മുമ്പ് ഞാൻ 2 ലക്കി ഡ്രോയിൽ വിൻ ചെയ്തത് കൊണ്ട് എനിക്ക് ലക്കി ഫാക്ടർ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ലോട്ടറി അടിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഇനി ഇത് അടിച്ചില്ലെങ്കിൽ എന്നെ അടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അടിച്ചാൽ 50% ജയിച്ചു. വലിയ ചിക്കൻ ആട്ടോ.
വണ്ടർല ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്.